ലോൺ ആപ്പ് കുറേ ആയില്ലേ ഇതുകൊണ്ടുള്ള ദുരിതം കേൾക്കുന്നു. വല്ല മാറ്റമുണ്ടോ? എത്ര സാധാരണക്കാരുടെ ജീവനാണ് ഈ ആപ്പുകൾ കവർന്നത്? വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്താണ്? എനിക്ക് ബോധ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് ഒരു ചെറിയ തുകയാണെങ്കിലും വായ്പയ്ക്ക് വേണ്ടി നാഷണലൈസ്ഡ് ബാങ്കുകളിൽ സമീപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു അവസ്ഥ? ബാങ്കുകാരുടെ വക ആദ്യമേ പുച്ഛം, അവഗണന, പിന്നെ ഇവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ നിയമങ്ങളും. ITR ഉള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുകയുള്ളൂ. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ എല്ലാ വർഷവും IT അടയ്ക്കുന്ന ആളുകളല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത്ര വലിയ ബാങ്കുകാരൊന്നും ഒരിക്കലും ജനങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. അവർക്ക് പ്രീമിയം കസ്റ്റമർ ആവണം. ഈ പ്രീമിയം കസ്റ്റമർ ആയുള്ള ഗുണം എന്താ വെച്ചാൽ എത്ര കോടികൾ വേണമെങ്കിലും ഇവർ ലോൺ തരും. ഇവർ കോടികൾ ലോൺ എടുത്തിട്ട് വിദേശത്തേക്ക് മുങ്ങിയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വിദേശത്തേക്ക് മുങ്ങുക എന്നതാണ് കോടികൾ വായ്പ കിട്ടാൻ വേണ്ട ഇവരുടെയൊക്കെ ഒരു മാനദണ്ഡം. പിന്നെ സാധാരണക്കാരൻ എന്താ ചെയ്യുക? ഒരു പരിധി വരെയൊക്കെ സഹകരണ ബാങ്കുകൾ ഇവരെ സഹായിക്കുന്നുണ്ട്. ഈ സഹകരണ ബാങ്കുകൾ കുറ്റം പറയാനൊന്നും നമ്മളില്ല കേട്ടോ. കാരണം വെച്ചാൽ അവർ സാധാരണക്കാരെ അവരെ കൊണ്ട് കഴിയുന്ന പോലുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സഹകരണ ബാങ്കുകൾ ഇവരെ സഹായിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾക്കെതിരായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഗതികെട്ടാണ് പലരും ഈ ആപ്പുകളിൽ ചെന്ന് ചാടുന്നത്. നമുക്കൊക്കെ ചെറുത് എന്ന് തോന്നുന്ന സംഖ്യ ഉണ്ടല്ലോ, അതൊക്കെ മറ്റു പലർക്കും വലിയ വലിയ തുകകളാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പുകാർ അയച്ചു കൊടുക്കുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഇവർ ഓക്കെ കൊടുക്കും. അവസാനം അതിൽ പോയി പെടും. 36% ഈ ആപ്പിൻ്റെയൊക്കെ ആദ്യം തന്നെയുള്ള പലിശ. 36% പലിശയും അതൊന്നും നോക്കുന്നില്ല. ഇനിയിപ്പോൾ ലോൺ എടുത്തു, ലോൺ മുഴുവൻ അടച്ച് തീർത്തു, എന്നാലും ഇവരെ ഭീഷണി തുടർന്നുകൊണ്ടേയിരിക്കും. അവസാനം സഹികെട്ട് നാണം കെട്ടിട്ടാണ് പലവരും ജീവിതം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകളൊന്നും എടുത്തു നോക്കണം. 100-ലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 100-ലേറെ പേരാണ് ഇതിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. നമ്മുടെ സൈബർ പോലീസൊക്കെ എവിടെ? എത്ര അന്വേഷിക്കുന്നു? ഇവർ പറയുന്നു അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടീമിനെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അതാണ് ഈ കേസിൽ വന്നിട്ടുള്ള ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ സൈബർ പോലീസിൻ്റെ അടുത്ത് പരാതിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പേരുടെ പരിപാടി എന്താണെന്നറിയോ? ഉപദേശമാണ്. നിങ്ങളല്ലാതെ അതിൽ പോയി ചാടുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ശ്രദ്ധിക്കണ്ടേ? ഉപദേശമാണ്. ഉപദേശം നിർത്തി ഇതിനെതിരെ എന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നെ അവസാനിച്ചിരുന്നു പോലീസേ. എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു അധികാരികൾക്കും കഴിയില്ല. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും ഈ കെണിയിൽപ്പെടാതെ രക്ഷപ്പെട്ടേനെ. പൈസക്കാരന് ലോൺ കൊടുക്കാനുണ്ടല്ലോ, ബാങ്കുകൾ തമ്മിൽ മത്സരമാണ്. ഒരു കൂലിപ്പണിക്കാരന് ഒരു 10 രൂപയെങ്കിലും കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ ബാങ്കിങ് അവലോകനം എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടല്ലോ എല്ലാ ജില്ലകളിലും മാസം തോറും കളക്ടറേറ്റിൽ, അതൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ സോറി, അതിൽ സാധാരണക്കാരൻ പെടില്ലല്ലോ അല്ലേ? അല്ല, നിങ്ങളെ പരിപാടി നടക്കട്ടെ. കലിപ്പ് തീരണില്ലല്ലേ?